വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ ചലിപ്പിക്കുന്നതിൽ UP എന്ന ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പരിച്ഛേദം വളരെ പ്രാധാന്യമുള്ളതാണ്. കോൺഗ്രസിന് കഴിഞ്ഞ ഏറെക്കാലമായി ക്ഷീണമുള്ള ഒരു മേഖലയാണ് UP. ഉത്തർപ്രദേശിന്റെ സമസ്ത മേഖല നോക്കിയാൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചു. 6 എംപിമാരെ ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, മത്സരിച്ച 17 സീറ്റുകളിൽ പലയിടത്തും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിലെടുത്തു പറയേണ്ട അഭിമാനകരമായിട്ടുള്ള കാര്യം, സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ വോട്ടെണ്ണലിന്റെ 30% കഴിയുമ്പോൾ 8000-ലേറെ വോട്ടുകളുടെ ലീഡ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയെടുത്തു എന്നുള്ളതാണ്. അതുതന്നെയാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ സാഹചര്യങ്ങളെ UP വളരെ പ്രയോജനകരമായി നടത്താൻ അവിടുത്തെ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ തുടർഭരണം 2022 ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ മറ്റെല്ലാ ഇടങ്ങളിലും പോലെയല്ല UPയിലെ സാഹചര്യങ്ങൾ. വോട്ട് പിടുത്തവും വോട്ട് ചോരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫലപ്രദമാക്കാൻ BJPക്ക് കഴിയുന്നില്ല. BJP മറ്റെല്ലായിടത്തും തരികിട നടത്തി അധികാരം പിടിച്ചെടുക്കാൻ കള്ളക്കളി കളിക്കുന്നുണ്ട്. ബംഗാൾ വരെ അവർ പിടിച്ചെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ UPയിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുകയുള്ളൂ. 240 സീറ്റിലേക്ക് BJP ഒതുങ്ങുമ്പോഴും അവർക്ക് കേവല ഭൂരിപക്ഷം 272 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ എല്ലാ നിരാശയും അവരുടെ നേതാക്കളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. തുടർച്ചയായ 3-ാം തവണ പരിപൂർണമായ ജനപിന്തുണയോടെ അധികാരത്തിലെത്താൻ നരേന്ദ്രമോദിക്ക് കഴിയാത്തതിൻ്റെ ഒരു അനിശ്ചിതത്വം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങളോളം നീണ്ടുനിന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് BJP അത് പല രീതിയിലൊക്കെ മാനേജ് ചെയ്തു പോന്നു എന്നുള്ളത് അവരുടെ സ്ട്രാറ്റജി വെച്ചാണ്. അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യൻ എന്ന വിളിപ്പേരുള്ള വ്യക്തി വളരെ നാളുകളായി അതിനുവേണ്ടിയുള്ള ചില അന്തർനാടകങ്ങൾ കളിക്കുന്നുണ്ട്. അണിയറയിൽ ചില പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇനി UP തിരിച്ച് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ്. മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും ഒരുപക്ഷെ സമാജ്വാദിയിലേക്ക് ചേർന്നേക്കാം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി രണ്ടുപേരുടെയും ചീട്ട് BJP കീറിയെറിഞ്ഞിരിക്കുകയാണ്. മേനകയെ BJP നേതൃത്വം കൈയൊഴിഞ്ഞു കഴിഞ്ഞു. വരുൺ ഗാന്ധിക്ക് ഫിലിപ്പിറ്റിൽ ടിക്കറ്റ് പോലും കൊടുത്തില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ 2 നേതാക്കളെയും മറ്റു പാർട്ടിക്കാർ ഹൈജാക്ക് ചെയ്താൽ അതൊരു വോട്ടായി മാറാം. മറ്റൊരു കാരണമെന്നത് BJPയിലെ പടലപ്പിണക്കമാണ്. മറ്റെങ്ങുമില്ലാത്ത രീതിയിലുള്ള നീക്കം UPയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.